ഇന്നലെ വലിയ യൂത്ത് കോൺഗ്രസിന്റെ വലിയ മാർച്ച് സെക്രട്ടേറിയറ്റ് നമ്മൾ കണ്ടു. 1.5 മണിക്കൂറോളം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘർഷഭരിതമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിലാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അബിൻ വർക്കിക്ക് വലിയ പരിക്കേറ്റ് അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ്. തലസ്ഥാനം ഒരു യുദ്ധക്കളമായി മാറുന്നത് തന്നെയാണ് നമ്മൾ ആ 2 മണിക്കൂർ കണ്ടത്. ആ സമരം KPCC ഏറ്റെടുക്കും എന്ന് ഇന്നലെ അവിടെ എത്തിയ KPCC അധ്യക്ഷൻ സുധാകരൻ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി രാജിവെക്കുക, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ക്രിമിനലുകളെ പുറത്താക്കുക, കേസ് അന്വേഷണം CBIക്ക് വിടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് സെക്രട്ടേറിയറ്റിൽ പ്രതിഷേധ മാർച്ച് ഉണ്ടാകും. MLA ഹോസ്റ്റലിന് മുന്നിലെ ആശാൻ സ്ക്വയറിൽ നിന്നും രാവിലെ 11 മണിക്ക് ആരംഭിക്കുന്ന മാർച്ച് രക്തസാക്ഷി മണ്ഡപം വഴി സെക്രട്ടേറിയറ്റിലെത്തും. KPCC പ്രസിഡന്റ് K. സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ACC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തുടങ്ങിയ മുതിർന്ന നേതാക്കളെല്ലാം പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കും. യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘർഷത്തിലേക്ക് നീങ്ങിയ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് സെക്രട്ടേറിയറ്റ് പരിസരത്ത് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. അതേസമയം സെക്രട്ടേറിയറ്റ് പ്രതിഷേധത്തിനിടെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളെ റിമാൻഡ് ചെയ്തിരുന്നു. ഇന്നും പ്രതീക്ഷിക്കാം അല്ലെ, സംഘർഷം പ്രതീക്ഷിക്കാം. തീർച്ചയായും 11 മണി എന്ന് പറഞ്ഞാൽ 11-12 മണിയൊക്കെ ആകും. ഉച്ചയോടുകൂടി ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിനേക്കാളും ശക്തമായ മാർച്ചായിരിക്കും. ഉറപ്പായും കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷൻ ആ സംഘർഷ സ്ഥലത്തേക്ക് എത്തി ഒരു വെല്ലുവിളിയൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. അത് പക്ഷേ അതെ, രാഷ്ട്രീയപരമായ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ പോലും, അതായത് അവരെ പേഴ്സണലി കാണാമെന്നുള്ള തരത്തിലുള്ള നാട്ടിൽ ഇറങ്ങൂ എന്നാണ് പറഞ്ഞത്. അബിൻ വർക്കിക്ക് ഉറപ്പും കൊടുത്തു, SIക്ക് ഉള്ള പണി ഞാൻ കൊടുത്തോളാം. എന്തായാലും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പേഴ്സണലി ഒരു വെല്ലുവിളി നടത്തിയ സാഹചര്യത്തിൽ എന്തായാലും രാഷ്ട്രീയപരമായി നേരിടുമ്പോൾ അതും കൂടുതൽ ശക്തമായി തന്നെ നേരിടും. വലിയ ശക്തമായ മാർച്ച് നമുക്ക്